സൗണ്ടൊക്കെ ക്ലിയർ ആണ്? ഓക്കെ, ജിതിൻ ഗോപാൽ, നിത്യ, ബബിത 4 പേര് എത്തിയിട്ടുണ്ടല്ലേ? ഓക്കെ, ബാക്കി ആരും വന്നില്ല. ഓക്കെ, നമ്മൾ ഇന്നൊരു അരമണിക്കൂർ മതിയാകും. അരമണിക്കൂർ കൊണ്ട് നമ്മൾ മിശ്രഭിന്നങ്ങളുടെ ഗുണനവും ഹരണവും പിന്നെ ഇന്നലത്തെ ടോപ്പിക്കിൻ്റെ ബാക്കിയും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇന്നലെ നമ്മൾ എന്താ ചെയ്തത്? മിശ്രഭിന്നങ്ങളെ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കിയത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. 6/5/4 മൈനസ് 1/3/5. ഗുഡ് ആഫ്റ്റർനൂൺ അർച്ചന. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. (113/20) ജിതിൻ ഗോപാൽ. ഓക്കെ, അതിനൊരു മിശ്രഭിന്നത്തിലേക്ക് കൂടെ ആക്കി പറയൂ ഗോപാൽ. വേഗം കമൻറ്റ് ചെയ്യ്, സമയം പോണു. അർച്ചന, ബബിത, നിത്യ. ഇരുപത് 13/5. തെറ്റാണത് അല്ലേ? ഓക്കെ, ഞാൻ പറയാം, ചെയ്തോട്ടെ. 6/5/4 നമുക്ക് എങ്ങനെ എഴുതാം? 6 + 5/4 മൈനസ് 1 മൈനസ് 3/5. ഓക്കെ അല്ലേ? 20/5/13 അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് പൂർണ്ണസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 6 - 1 എത്രയാണ്? 5 പ്ലസ് 5/4 മൈനസ് 3/5 അല്ലേ? ഇവിടെ എന്താണ്? വ്യത്യസ്ത ഛേദങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? ഇവയുടെ ലസാഗു എടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? 5 പ്ലസ് 4ൻ്റെയും 5ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് എത്രയാണ്? 20. അപ്പോൾ ഛേദമായിട്ട് 20 എഴുതി. ഇനി എന്ത് ചെയ്യുക? 20 4 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇവിടെ എന്ത് ചെയ്യുക? 5 × 5 മൈനസ് 20 5 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോൾ എന്ത് ചെയ്യുക? 4 × 3 അല്ലേ? ഇനി എങ്ങനെ എഴുതാ? 5 പ്ലസ് 25 മൈനസ് 12 ഡിവൈഡഡ് ബൈ 20. ഇതിനെങ്ങനെ എഴുതാം? 5 പ്ലസ് 13/20 എന്ന് എഴുതാം അല്ലേ? ഇനി ഇതെങ്ങനെ നമ്മൾ മിക്സർ ഫ്രാക്ഷനിലേക്ക് എഴുതും? 5ഉം 13ൽ 20. ഇനി വിഷമഭിന്നത്തിലേക്ക് എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. 100ഉം 13ഉം 113/20. ഓക്കെ, ക്ലിയർ ആയല്ലോ?
മനസ്സിലായോ? ഇത് ചെയ്യേണ്ട മനസ്സിലായോ? എല്ലാവർക്കും ഇതേ ആൻസർ തന്നെയാണോ കിട്ടിയത്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ. അർച്ചന എസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു കേട്ടോ. ഇവിടെ 5/4 അല്ലായിരുന്നു, 4/5 ആയിരുന്നു വരണ്ടേ. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ജസ്റ്റ് സിക്സ് 4/5 മൈനസ് 1 3/5. ഇതൊന്ന് സോൾവ് ചെയ്ത് എല്ലാവരും. ക്വസ്റ്റ്യനിൽ ചെറിയൊരു തെറ്റ് വന്നായിരുന്നു നേരത്തെ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ചോദ്യം ഇതാണ്: 6/4/5 മൈനസ് 1/3/5. നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഓക്കെ, ജിതി ഗോപാലിന് 5/1/5 ഉത്തരം കിട്ടി. ബാക്കിയുള്ളവരൂടെ ഒന്ന് ചെയ്യുക. അർച്ചനയ്ക്ക് 26/5. ഓക്കെ, അർച്ചന ഒന്ന് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റൂ. 5/1/5. അശ്വതി, സുനിത 5/1/5. ഓക്കെ, കറക്റ്റാണ്. എല്ലാവർക്കും സെയിം ഉത്തരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ഇതാ, ഇതിന് നമുക്ക് എങ്ങനെ ഇതാ 6 + 4/5 മൈനസ് 1 മൈനസ് 3/5. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യുക? അതാ പൂർണ്ണസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 6 - 1 എത്രയാണ്? 5 + 4/5 മൈനസ് 3/5. ഇവിടെ എന്താ, ഛേദങ്ങൾ സെയിം ആണ്. അപ്പോൾ എന്താ, അംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 5 + 1/5. അപ്പോൾ ഇതിന് മിശ്രഭിന്നത്തിലേക്ക് എഴുതുന്നത് എങ്ങനെയാ? 5/1/5. ഉത്തരം ഇനി വിഷമഭിന്നത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? 5 × 5 25 + 1 26/5. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതുക. 9/2/3 മൈനസ് 3/1/3 സമം ക്വസ്റ്റ്യൻ. ജിതിൻ ഗോപാലിന് 6/1/3. ആദി വ്ലോഗ്സ് സുനിതക്കും 6/1/3. അർച്ചനയ്ക്ക് 19/3. ഓക്കെ, ബബിതക്കും 6/1/3.
ഓക്കെ, ഞാൻ പറയുകയാണ്. ഇനി എപ്പോഴും നമ്മൾ മുൻപിൽ എഴുതിയതുപോലെ തന്നെ എന്താ, അശ്വതിക്കും 6/1/3 പിരിച്ചെഴുതണ്ട. ഇനി എന്താ, നേരിട്ട് എഴുതാം. പൂർണ്ണസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 + 2/3 - 1/3. ഓക്കെ, ഛേദം സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 6 + 3 എഴുതുക. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1/3. അപ്പോൾ ഇതിനെങ്ങനെ മിശ്രഭിന്നത്തിലേക്ക് എഴുതാം? 6/1/3. ഇനി എന്താണ് ഉത്തരം? 6 × 3 = 18, 19/3. വിഷമഭിന്നത്തിലാവുമ്പോൾ എത്രയാകും? 19/3. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ. സോറി, എല്ലാവരും അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യുക. ജിതിൻ ഗോപാലിന് 6 കിട്ടി. രശ്മിക്ക് 6 കിട്ടി. അർച്ചനയ്ക്ക് 6 കിട്ടി. ഓക്കെ, ബാക്കിയുള്ളൊരു ബബിതയ്ക്ക് 6 കിട്ടി. അപ്പോൾ പറഞ്ഞു തുടങ്ങട്ടെ. ഇതാ പൂർണ്ണസംഖ്യകളെല്ലാം തമ്മിൽ കൂട്ടുക. എത്ര? 3, 8. ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര? 8 ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ എത്ര വരും? 5 + 3/4 + 1/2 + 1/4 - 1/2. വ്യത്യസ്ത ഡിനോമിനേറ്ററുകളാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? എൽസിയം കാണണം. ഇവിടെ 4 ആണ് വലിയ സംഖ്യ. അപ്പോൾ 4 തന്നെയാണ് ഇവിടുത്തെ എൽസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 4 ഛേദമായിട്ട് എടുത്തു. 1 × 3 + 1 × 2 + 1 × 1 - 1 × 2 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? 5 + 3 2 5, 5ഉം 1ഉം 6. 6 - 2 എത്രയാ? 4. 4/4 എന്ന് കിട്ടും. 4/4 എന്ന് പറയുന്നത് എത്രയാണ്? 1. ഉത്തരം എത്ര കിട്ടി?
5 + 1 എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, എല്ലാവർക്കും ശരി ഉത്തരം അല്ലേ? സെയിം ഉത്തരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ മിശ്രഭിന്നങ്ങളുടെ കൂട്ടാനും കുറയ്ക്കാനും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് മിശ്രഭിന്നങ്ങളുടെ ഗുണനം. ഹെഡിങ് കൊടുക്കുക, മിശ്രഭിന്നങ്ങളുടെ ഗുണനം. എല്ലാവരും ഹെഡിങ് കൊടുക്കുക, മിശ്രഭിന്നങ്ങളുടെ ഗുണനം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക, 4 1/6 ഇൻറ്റു 8 2/5. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുക? മിശ്രഭിന്നത്തെ ഗുണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. 6 4 24, 24 1 എത്രയാ? 25. 25/6 ഗുണം ഇത് എത്രയാ? 8 5 40 42/5. ഇനി എന്താ ചെയ്യുക? നമ്മൾ ഭിന്നസംഖ്യകളെ ഗുണിക്കേണ്ടി വന്നപ്പോൾ ചെയ്ത പോലെ തന്നെ പൊതുഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക. അതാ 5 ഇവിടെ ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 25 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇവിടെ ഒരു 6 ഉണ്ട്. ഇവിടെ 42 ഉണ്ട്. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 35. ജിതിൻ ഗോപാലിന് 35 കിട്ടി, അർച്ചനയ്ക്ക് 35 കിട്ടി. അപ്പോൾ എങ്ങനെയാണ് മിശ്രഭിന്നത്തെ ഗുണിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം അതിനെ എന്താക്കി മാറ്റുക? വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. പിന്നെ എന്താണ്? ഭിന്നസംഖ്യകളെ ഗുണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അങ്ങ് ചെയ്യുക. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, എഴുതി കഴിഞ്ഞവർ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. 4 3/8 ഗുണം 9 1/7. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ജിതിൻ ഗോപാലിന് 40 കിട്ടി. അശ്വതിക്കും രശ്മിക്കും 40 കിട്ടി. അർച്ചനയ്ക്കും 40 കിട്ടി. ഇപ്പം എല്ലാവരും നല്ല സ്പീഡായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ അതെ എന്ത് ചെയ്യുക? നമ്മൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നത്തിലേക്ക് ആക്കാൻ പോവാണ്. 32 3 35/8 ഗുണം 63 1 64/7. ദാ ഇത് തമ്മിൽ വെട്ടിപ്പോയി എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇത് തമ്മിൽ വെട്ടിപ്പോയി എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. എത്ര കിട്ടി? 40 കിട്ടി. മെർലിൻ ഇന്ന് ലേറ്റ് ആയി പോയല്ലോ, എവിടെ ആയിരുന്നു? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 7 3/8 ഗുണം, സോറി ക്വസ്റ്റ്യൻ വീണ്ടും തെറ്റി. 7 3/9 ഗുണം 6 6/11. ഓക്കെ, ആൻസർ ചെയ്ത് കമന്റ് ചെയ്യുക. രശ്മിക്ക് 48 കിട്ടി. ജിതിൻ ഗോപാലിന് 48 കിട്ടി. പോരട്ടെ, ബാക്കിയുള്ളവരുടെ കമന്റ്. അർച്ചന 48, അശ്വതി 48. ഓക്കെ,
വെരി ഗുഡ്. ബബിതക്ക് 48. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. എത്രയാണ്? 63ഉം 3ഉം 66 ബൈ 9 ഗുണം എത്രയാ? 66ഉം 6ഉം 72 ബൈ 11 അല്ലേ? 11 കൊണ്ട് 66നെ 6 പ്രാവശ്യം, 9 കൊണ്ട് 72 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 6 എത്ര കിട്ടി? 48. എല്ലാവർക്കും സെയിം ആൻസർ തന്നെ. ദാ ഗുണനത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 6 8 ബൈ 15 ഗുണം 5 5 ബൈ 12 ഗുണം 10 5 ബൈ 13. ഓക്കെ, ഇതാരാണ് സോൾവ് ചെയ്തിട്ട് ആദ്യം കമന്റ് ചെയ്യണമെന്ന് നോക്കട്ടെ. ജിതിൻ ഗോപാൽ 735/2. ടഫാണോ ക്വസ്റ്റ്യൻ? മെർലിൻ ബെന്നി 490. രണ്ടുപേരും കമന്റ് ചെയ്ത 2 ആൻസറുകളാണ്. അശ്വതിക്ക് 735/2. രണ്ടുപേരുടെ ഉത്തരം സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. മെർലിൻ കോൺഫിഡൻസ് റൈറ്റ്. വേറെ ആൻസർ? ബബിത, അർച്ചന, അശ്വതി, എവിടെ ആൻസർ? എന്തേ? മെർലിനെ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ആൻസർ ചെയ്തു നോക്കിയാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ ഞാൻ ചെയ്തോട്ടെ. ബബിതക്കും 735/2. അപ്പം ഞാൻ ചെയ്ത് നോക്കാം. 15 എത്രയാ? 90 അല്ലേ? 98/15 ഗുണം 60
65/12 ഗുണം 130 135/13. നമുക്ക് 13 എത്രയാ? 65. രണ്ട് ഇരട്ട സംഖ്യകളുണ്ടല്ലോ, 2 കൊണ്ട് വെട്ടാം. ഇത് 6 പ്രാവശ്യം, ഇത് എത്ര പ്രാവശ്യം? 49. പിന്നെ 15 9 അല്ലേ 135, വെട്ടിപ്പോയി 9 പ്രാവശ്യം. ഇനി 6-ലൊരു 3 ഉണ്ട്, 9-ലൊരു 3 ഉണ്ട്. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 2 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി എന്താ? ഇതിനെ തമ്മിൽ അങ്ങ് ഗുണിക്കുക. 49 × 15. 45-ന് 5, ശിഷ്ടം 4, 20, 24, 33-ന് 3, റിമൈൻഡർ 3, 4 3 7. ഉത്തരം എത്ര കിട്ടി? 735/2. ക്വസ്റ്റ്യനിൽ മാറിപ്പോയോ? ഓക്കെ, നമ്മുടെ ആൻസർ എത്രയാണ്? 735/2. ഇത് കിട്ടിയ എല്ലാവരുടെയും ശരിയാണ്, 735/2. ഓക്കെ, മെർലിനെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്ത് കേട്ടോ. അടുത്ത ഹെഡിങ് കൊടുക്കുക, മിശ്രഭിന്നങ്ങളുടെ ഹരണം. മിശ്രഭിന്നങ്ങളുടെ ഹരണം 2.5 ഡിവൈഡഡ് ബൈ 5.5. അപ്പോൾ എന്താ? മിശ്രഭിന്നങ്ങളെ ഹരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ എന്ത് ചെയ്യണം? വിഷമഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പോൾ എത്രയാ? 4 1 5/2 ഡിവൈഡഡ് ബൈ 10 11/2. അപ്പോൾ എന്താ? ഭിന്നസംഖ്യകളെ ഹരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? 5/2 ഗുണം 2/11. എന്ത് ചെയ്തു? ഇത് 2 2 തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ഉത്തരം എത്ര കിട്ടി? 5/11. ജിതിൻ ഗോപാൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്തു 5/11. അപ്പോൾ എന്താണ്? മിശ്രഭിന്നങ്ങളെ ഹരിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യമേ അവയെ വിഷമഭിന്നത്തിലേക്ക് മാറ്റുക. പിന്നീട് എന്ത് ചെയ്യുക? ഭിന്നസംഖ്യകളെ ഹരിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യാറുള്ളത്? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അതുപോലെ ചെയ്യുക. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ? ഒന്നാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? അത് തന്നെ, വ്യൂൽക്രമം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. 15 3/5 ഡിവൈഡഡ് ബൈ 6 1/2. ചെയ്തിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക. ജിതിൻ ഗോപാൽ 12/5 കിട്ടി. രശ്മിക്കും 12/5 കിട്ടി. അശ്വതിക്കും 12/5 കിട്ടി. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12/5 × 5 = 24. 12
മെർലിനും 12/5 കിട്ടി. അർച്ചനയ്ക്കും ബബിതയ്ക്കും എല്ലാവർക്കും സെയിം ആൻസർ. അപ്പോൾ എത്രയാ? 15 × 5 എത്രയാ? 75 അല്ലേ? 75 3 എത്രയാ? 78/3 ഡിവൈഡഡ് ബൈ 12 1 13/2. ഇനി എങ്ങനെ നമുക്ക് എഴുതാം? 78/3 ഗുണം 2/13. 13 × 6 ആണ് എന്തെന്ന് പറയുന്നത്? ഓ സോറി, ഇവിടെ 5 ആണല്ലേ. 13 6 78 എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 12/5 എന്ന് കിട്ടി. ഇപ്പം ക്ലിയർ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. നാല് 3/5 ഡിവൈഡഡ് ബൈ 4 1/3. (69/65) ജിതിൻ ഗോപാൽ. അശ്വതി 69/65, അർച്ചന 69/65, മെർലിൻ 69/65. ഓക്കെ, പറഞ്ഞോട്ടെ. 20 23/5 ഡിവൈഡഡ് ബൈ 12 1 13/3 സമം 23/5 ഗുണം 3/13. 23 × 3 എത്രയാ? 69. 13 × 5 എത്രയാ? 65. ഓക്കെ, എല്ലാവർക്കും സെയിം ആൻസർ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ വേണോ? ഇത് ഹരണം പഠിച്ചല്ലോ. വേണോ? ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യണോ? കമന്റ് ചെയ്. ക്വസ്റ്റ്യൻസ് വേണോ ഇനി ചെയ്യാൻ? ക്വസ്റ്റ്യൻ ഇനിയും വേണോന്ന് ചെയ്യാൻ, ഹരണം ചെയ്യാൻ? അതോ ഇതുകൊണ്ട് നിർത്തണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓക്കെയാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ ചെയ്ത് ഓക്കെ ആയോ? ഇനിയും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ വേണോന്നാ ചോദിച്ചത്. ഇപ്പൊ ചെയ്യാൻ അർച്ചന ഓക്കെയാണ്. രണ്ടെണ്ണം ഹോംവർക്ക് തന്നോ? ഞാൻ ഹോംവർക്കൊക്കെ തരാറുണ്ട്, നിങ്ങൾ ആരും കമന്റ് ചെയ്യാറില്ല. ഓക്കെ, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 3/10 ഡിവൈഡഡ് ബൈ 3 2/3. ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 1/6
ഡിവൈഡഡ് ബൈ 3 1/3. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഹോംവർക്കുമായി. സന്തോഷമായല്ല? ഓക്കെ, ഇപ്പോൾ കറക്റ്റ് അരമണിക്കൂർ, ഞാൻ പറഞ്ഞ പോലെ തുടക്കം പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി. മിശ്രഭിന്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കായ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് ദശാംശ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭിന്നസംഖ്യകൾ എന്ന പാർട്ടിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് അടുത്ത ആഴ്ച, അതായത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച. തിങ്കളാഴ്ച ചിലപ്പോൾ ഒന്ന് എറണാകുളം പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നാൽ ക്ലാസ് ചൊവ്വാഴ്ച ആയിരിക്കും, ഇല്ലെങ്കിൽ ക്ലാസ് തിങ്കളാഴ്ച തന്നെ നടക്കും. തിങ്കളാഴ്ച 3 മണിക്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തോളാം, ലിങ്ക് ഇടാം എത്ര മണിക്കാണ് ക്ലാസ് എന്ന്. പിന്നെ ഞാൻ ഒക്ടോബർ മാസത്തിൽ ഫുൾ കറണ്ട് അഫെയർസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ പ്രിലിംസിന് വന്നില്ലെങ്കിലും മെയിൻസിന് നല്ല സാധ്യതയുണ്ട് കറണ്ട് അഫെയർസ് ഒക്ടോബർ മാസത്തിലേക്ക് കയറി വരാൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രിലിംസിനും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഫെബ്രുവരിയാണ് പറയുന്നത് LDയുടെ പ്രിലിംസ് നടക്കാൻ ചാൻസ് ഉള്ള ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫെയർസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയേക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം പഠിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് നമുക്കൊരു ബാധ്യതയാകും. കറണ്ട് അഫെയർസ് നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, നമുക്കതനുസരിച്ച് ചെയ്യാം. മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബുധനാഴ്ച ഒരു മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് തരാം, ഫുൾ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവാം. എന്താരും ഒന്നും മിണ്ടാത്തേ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താം. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ പറ, കഴിയുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു തരാം. ടൈം പഴയതാക്കുമോ? 11 മണിക്കാ? 11 മണി കുഴപ്പമില്ല, പക്ഷെ എല്ലാവർക്കും സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈം ആക്കിയത്. അന്ന് ഞാൻ ടെലഗ്രാം ചാനലിൽ പോൾ ഇട്ടപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ 3 മണിയാണ് പറഞ്ഞേച്ചേ. വേണ്ട, നമുക്കൊരു പോള് കൂടെ ഇടാം ടെലഗ്രാം ചാനലിൽ. കറണ്ട് കട്ട് പകൽ സമയത്ത് ഇവിടെ കറണ്ട് കട്ട് ഉണ്ടാവും, രാവിലെ ഉച്ചയ്ക്ക് മുമ്പ്. ആ 3 മതി, മിക്കവരും അതാ പറഞ്ഞേ, 3 എല്ലാവർക്കും ഓക്കെ. വേറെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേ നമുക്ക്. ഞാൻ നിങ്ങൾക്ക് HCFൻ്റെ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ വീഡിയോ തന്നിരുന്നു. അതിൽ ആകെ 2 പേരെ കണ്ടൊക്കെ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആരും അത് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് അത് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉത്തരത്തിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, മടി പിടിച്ചിരിക്കരുത്. ഇപ്പോൾ അതൊരു 10-15 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് പലരും ചെയ്യാൻ മടിച്ചിരിക്കുന്നത്, അങ്ങനെ ആകരുതും. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ ടച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ അതുകൂടെ തന്നത്. ജിതിൻ ഗോപാൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ആരാണ്? ബബിതയും ജിതിൻ ഗോപാലും മാത്രമേ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു HCFൻ്റെ. LCMൻ്റെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. HCFൽ ആകെ 2 പേരെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യാത്തവർ അതൊന്ന് ചെയ്തു നോക്കുക. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടെ നമുക്കൊരു സെൽഫ് ചെക്കിന് വേണ്ടിയിട്ട് വീഡിയോയാണത്. അതിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുക. കൂട്ടത്തിൽ മാത്സ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും മാത്സിന് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ നമുക്ക് നിർത്താം. തിങ്കളാഴ്ച അപ്പോൾ നമുക്ക് 3 മണി, തിങ്കളാഴ്ച ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്തായാലും ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നോക്കുക. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു എക്സാമൊക്കെ നടത്താം ടെലഗ്രാം ചാനൽ വഴി. നോക്കട്ടെ, എല്ലാവരും ആക്റ്റീവായി നിൽക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ എന്നാൽ.